എനിക്കെപ്പോഴും സബ് കോൺഷ്യസ്ലി എത്രയൊക്കെ ഞാൻ എന്നെ ഒരു ഫ്രീ സ്പേസ് ഓഫ് മൈൻഡിൽ വെച്ചാലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആ സബ് കോൺഷ്യസ് തോട്ട് ഉണ്ട്, ഇതിലെന്തായിരിക്കും ഒരു പ്രേക്ഷകൻ കണ്ടെടുത്ത് ട്രോളാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഏറ്റവും കൂടുതൽ വേണ്ടതൊരു ഫ്രീഡം ഓഫ് മൈൻഡാണ്. ആൻഡ് ആ ഒരു ഫ്രീഡം എനിക്ക് ഫുള്ളി ഒരിക്കലും കിട്ടത്തില്ല ബിക്കോസ് ഓഫ് ദിസ് സെറ്റ് സിറ്റുവേഷൻ. പക്ഷെ അങ്ങനെ കിട്ടിയാൽ ഞാൻ ഈ ചെയ്യുന്ന മിസ്റ്റേക്സും ഒരുപാട് ഞാൻ എന്നെ തന്നെ അതിനെ വെച്ച് പണിഷ് ചെയ്യത്തില്ല, ഓർ എനി അതർ പേഴ്സൺ ഹൂസ് ഇൻ മൈ പൊസിഷൻ ഓർ സിമിലർ പൊസിഷൻ. ആ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ സിനിമ കണ്ട് എന്നും സക്സസ് ആക്കുന്നത് എല്ലാം പ്രേക്ഷകർ തന്നെയാണ്. അതേ പ്രേക്ഷകർ തന്നെയാണ് ഈ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ എവിഡൻ്റ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ കോൾ ഔട്ട് ചെയ്യാനും പ്രേക്ഷകർക്ക് അവകാശമുണ്ട്. പക്ഷേ ഒരാളുടെ കരിയർ അവരൊരു പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അസോസിയേറ്റഡ് ആയ പൊളിറ്റിക്സ് കാരണോ ഒരാളുടെ കരിയർ വളരാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരാൻ സമ്മതിക്കാതിരിക്കുക എന്നല്ല, ഒരു അവസരം കിട്ടുക. അതായത് ഐ അണ്ടർസ്റ്റാൻഡ് മൈ ഫസ്റ്റ് 2 മൂവീസ് വോണ്ട് ദ ബെസ്റ്റ്, ബട്ട് എനിക്കൊരു 3, 4, 5, 6 മൂവി അങ്ങനെ ഒരു അവസരം കിട്ടി പഠിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കുള്ളൊരു അവസരം ബിക്കോസ് ഐ എം സോ ആൻഡ് സോ സൺ, അവിടെ ഒരു ഐ ഫീൽ ലൈക്ക് ഒരു ഡിസ്കണക്ട് വരുന്നുണ്ട് അവിടെ. ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. എൻ്റെ സിറ്റുവേഷൻ അതായി പോയി. നൗ ഐ ഹാവ് ടു വർക്ക് വിത്ത് ദാറ്റ്. ഈ പ്രഷർ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ശ്രദ്ധിക്കാതിരിക്കുക അധികം. എക്സാക്ട്ലി. പക്ഷെ അത് പറ്റുമോ? അത് നമ്മൾ കാരണം വെറുതെ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ എന്തെങ്കിലും ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കില്ലേ? ടച്ച്ഡ് അൺടച്ച്ഡ് എന്ന് പറയില്ല. നമ്മൾ ഇതിനെ പറ്റി കോൺഷ്യസും ആയിരിക്കണം, എന്നാൽ കോൺഷ്യസ് അല്ലാതും ആയിരിക്കണം. എൻ്റെ അടുത്ത് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു വളരെയധികം ശ്രദ്ധിക്കണം കയ്യിന്, ഉള്ളിൽ ടൈറ്റാനിയം ഇട്ടിരുന്നു. പിന്നെ ഡോക്ടർ സെറ്റായതിനു ശേഷം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അറിയോ, ഇനി അത് ശ്രദ്ധിക്കാതിരിക്കണം. ഓക്കെ. ഇനി അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ശ്രദ്ധിക്കാതിരിക്കുക. പിന്നീട് അതങ്ങനെ മറന്ന് ഏത് കയ്യിലാണ് പറ്റിയതെന്ന് പോലും നമ്മൾ മറന്നു പോകും. അപ്പോഴാണ് അത് പഴയ രീതിയിലാവുള്ളൂ. അല്ലാതെ നമുക്ക് എപ്പോഴും ആ കയ്യിൽ ടൈറ്റാനിയം ഇട്ടുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞാണ് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗ്രാജുവലി നമ്മൾ തന്നെ മറക്കണം നമ്മുടെ ഏത് കൈക്കാണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ അത് ഏത് കൈയാണെന്ന് മറക്കണം. ഇറ്റ്സ് എ പ്രോസസ്. നമുക്ക് പറ്റില്ല കുറച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അഭ്യാസങ്ങളും വീണ്ടും ചെയ്യുന്നതും എല്ലാത്തിലേക്കും വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പഴയത് എല്ലാ ശീലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല. പഴയ ശീലങ്ങളിലേക്കും പഴയ എൻ്റെ നീക്കങ്ങളിലേക്കും മൂവ്മെൻറ്റിലേക്കും ഞാൻ പോയാലാണ് എനിക്കത് പഴയ പോലെ ആവുള്ളൂ. അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം അല്ലാതെ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നത് ശ്വാസം എടുക്കുന്നതും ശ്വാസം ഔട്ട് ചെയ്യുന്നതും മാത്രം കാര്യമാണ്. ആ മസിൽ മെമ്മറി എപ്പോഴും നിൽക്കും. നമ്മളെ തന്നെ പറയുന്ന ഒരു ദി എനർജി വി ഗിവ് അവർ സെൽവ്സ്. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ഇല്ല നീ സക്സീഡ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ വിൽ മാനിഫെസ്റ്റ് ദാറ്റ് എനർജി. അതേ സമയത്ത് എന്ത് ചെയ്താലും നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും അതിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്തും കാണും. പോസിറ്റീവ് ആണെങ്കിൽ യു മാനിഫെസ്റ്റ് ദാറ്റ് ഫോർ യുവർ സെൽഫ്. അതേപോലെ ഷൈൻ ചേട്ടൻ പറഞ്ഞ ഈ കേസിനാണെങ്കിൽ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് എന്തോ നമ്മൾ ഒരു കൈയിന് ഒരുപാട് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ആളായിരിക്കണം. അല്ല അല്ലല്ല ഞാൻ പറയാ ഫിസിക്കലി ഷൂട്ടിലൊക്കെ മൈനർ ഇഞ്ചുറീസ് ദൈവം സഹായിച്ച് അതല്ലാതെ ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? ഫുട്ബോൾ എനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ അല്ല മൈ ബ്രദറിനാണോ? ചേട്ടന്റെ കൈ ഇതേപോലെ ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഗോകുലിന്റെ അതെ അംഗം അട്ടഹാസത്തിലേക്ക് വരുമ്പം ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള കഥ. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗുണ്ട അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു ത്രില്ലർ മൂടുള്ള കഥ വന്നത് കാപ്പയാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണ്. നമ്മളെല്ലാം കണ്ടറിഞ്ഞൊരു കാപ്പയാണ്. അത് പലതും നടന്ന കഥകളാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. എന്നാലും ചില സീക്വൻസൊക്കെ നടന്നിട്ടുള്ളതെന്നും കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ കോമൺ 2 ഗ്യാങ്ങുകൾ തമ്മിലുള്ളൊരു കുടിപ്പകയുടെ കഥ കൂടുതലും സിനിമകളിൽ കാണുന്നത് അങ്ങനെയായിരിക്കും. ഒരിടത്തൊരു ലീഡർ ഉണ്ടാവും, ഇപ്പുറത്ത് വേറെ ലീഡർ ഉണ്ടാവും, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സിൽ വരുന്നു, അതിലേക്ക് ഇവരുടെ കുടുംബാംഗങ്ങൾ എത്തിച്ചേരുന്നു. ഇതിനൊക്കെ അപ്പുറം എന്താണ് അംഗം അട്ടഹാസം പറയുന്നത്? എൻ്റെ അടുത്ത് ആദ്യം ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നത് നമ്മൾ നിഷാന്തൊക്കെയാണ്. നിഷാദ്ക്കയിൽ ഇങ്ങനെ തിരുവനന്തപുരം ബേസ് ആയിട്ടൊരു കഥ വരുന്നുണ്ട്, ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിൽ നല്ലൊരു കഥാപാത്രമാണ് കാക്ക സൈജു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളി ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെയാണ് മനസ്സിലായി പുള്ളി അതിലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പോഴാണ് എനിക്കിതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മാധവ് ചെയ്യുന്നുണ്ട്, അതിൽ ക്യാരക്ടറാണത്. ഈ ക്യാരക്ടർ ബേസിക്കലി നമ്മൾ സാധാരണ ഈ അല്ലെങ്കിൽ ഗുണ്ടാപ്പടം എന്ന് പറയുന്നത് പോലെ വയലൻസ് അല്ലെങ്കിൽ അവരുടെ ഇടി
നേക്കാൾ കൂടുതൽ അയാളുടെ ലൈഫിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആഫ്റ്റർ ദ ഫൈറ്റ് എന്താണ് സംഭവിക്കുന്നത്. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ ഫൈറ്റ് എന്ന് മാത്രമല്ല, ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് ടു ദ ഫൈറ്റ്. എങ്ങനെ ആ ഫൈറ്റിലേക്ക് എത്തി, ആ ഫൈറ്റിന് ശേഷം എന്താണ് അവരുടെ അവസ്ഥ, അതൊക്കെയാണ് കൂടുതലും ഇതിൽ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും, ഒരു ഗുണ്ടാക്കഥ എന്ന് പറയുമ്പോഴത്തേക്കും, ഗുണ്ടായിസം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് മെൻഷൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറ്റ്. നമുക്കതിൽ എല്ലാ സ്റ്റൈലും കാണിക്കാൻ പറ്റില്ല ഓബ്വിയസ്ലി, ഓർ എല്ലാ ടൈപ്സ് ഓഫ് ഗുണ്ടായിസോ ആക്ട്സ് ഓഫ് ഗുണ്ടായിസും കാണിക്കാൻ പറ്റില്ല. ഐ തിങ്ക് ദ ഡയറക്ടർ ഒരുപാട് എഫേർട്ട് ഇട്ട് ഇതിൻ്റെ ഒരു റൈറ്റ് മിക്സ് എന്താണ്, അതായത് എത്രത്തോളം ആൾക്കാരെ കാണിക്കാം, എത്രത്തോളം അവർക്ക് ഓൾറെഡി അറിയാം എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഐ ഫീൽ ലൈക്ക് ഒരുപാട് പ്രേക്ഷകനെ ഫോഴ്സ് ഫീഡ് ചെയ്തിട്ടില്ല ഈ സിനിമ. ഷൈൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ അടി എന്നൊന്നല്ല, അടി കഴിഞ്ഞിട്ട് അടിക്ക് മുന്നേ എന്താ ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് അതിലോട്ട് എത്തിയത്, ഈ അടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇതിൽ ഓരോ ആൾക്കാരുടെയും ജീവിതം എങ്ങനെയാണ് അതിലോട്ട് അവരെത്തിയത്, അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ്, അവരുടെ മെൻറ്റൽ സ്റ്റേറ്റ് ഇപ്പോൾ എങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു സൈക്കോളജി ലെസൺ അല്ല, പക്ഷേ എന്തുകൊണ്ട് അവർ ഇതിലോട്ട് എത്തിപ്പെട്ടു എന്ന് ഉള്ളതിൽ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ആസ് ദ ലീഡ് ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം, എൻ്റെ ക്യാരക്ടറിൻ്റെ ജേർണിയിലൂടെയാണ് പ്രേക്ഷകരുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ സിനിമ പോകുന്നത്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയണം. കാര്യം ഞാൻ ഷൈൻ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നത്, വിത്തൗട്ട് ഹിം ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം ഇസ് എംപ്റ്റി. ഷൈൻ ചേട്ടനാണ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം. ആൻഡ് എനിക്ക് പറയാനുള്ളത്, സുജിത്തേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഒരാൾക്കും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ കാശ് വേസ്റ്റായി പോയല്ലോ എന്ന് തോന്നത്തില്ല. ആൻഡ് വളരെ ഓണസ്റ്റായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ സ്വന്തം സിനിമ കുമ്മാട്ടിക്കളിയിൽ പോയി ഇരുന്ന് കണ്ട് എൻ്റെ സമയം വേസ്റ്റായെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. വെരി വെരി ഓണസ്റ്റ്ലി. JSK അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് കുമ്മാട്ടിക്കളി ഇറ്റ് സെൽഫ്. കാര്യം എൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. മൂവി വാസ് നോട്ട് ദ ബെസ്റ്റ്. സോ അതെ, ഞാൻ തന്നെ ഇതിനെപ്പറ്റി സംഭവിക്കാം. എനിക്കൊരു ഓണസ്റ്റ് അഭിപ്രായം പറയാൻ പറ്റും ഈ സിനിമയെ പറ്റി. നോ വൺസ് ഗോണ ഫീൽ ലൈക്ക് ദേ വേസ്റ്റഡ് ദാറ്റ്. മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരുടേതായ എല്ലാ ന്യൂനതകളും ഇപ്പോഴും ഉണ്ട്. തുടക്കത്തിലാണെങ്കിലും മിഡിലാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാവും. അത് ഒരാൾ പറയുമ്പോഴും കണ്ടെത്തുമ്പോഴും അയാൾക്ക് കുറച്ചും കൂടി ഫൈൻ ആവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. തീർച്ചയായിട്ടും സെൽഫായിട്ട് നമ്മളത് റിയലൈസ് ചെയ്യുമ്പം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മുടെ പെർഫോമൻസിൽ. പിന്നെ കണ്ടു കഴിയുമ്പോൾ മാറ്റാകാരുന്നു അങ്ങനെയൊക്കെ തോന്നും അല്ലേ? അടുത്ത സെക്കൻഡ് മുതൽ തോന്നും, ടേക്ക് മുതൽ തോന്നും. ആ ടേക്കിന്റെ സമയത്ത് തോന്നിയേക്കാം, പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു വിഷ്വൽ കണ്ടിട്ട് അയ്യോ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്, ഞാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചിന്തിച്ചിട്ട് ചെയ്യാനുള്ള ഇനി അതുപോയി എത്ര എന്താ പാച്ച് ഷൂട്ട് വെച്ച് കറക്റ്റ് ചെയ്താലും ഞാൻ ഫിസിക്കലി ഗ്രോ ചെയ്യുന്നൊരു പ്രായം. എനിക്ക് 26 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഷൂട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാൻ എങ്ങനെ അത് 50-ലേക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുമെന്നാണെന്നോ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏജ് ഗ്രൂപ്പിന്റെ എനർജിയാണ്. ഒന്ന് അച്ഛൻ വേഷം ചെയ്യണ ആലോചിക്ക്. ഇപ്പോഴല്ല, ഷൈൻ ചേട്ടൻ ഇനി ഒരു 15 വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി. നമ്മുടെ ഏജിലുള്ള പിള്ളേർക്ക് കോമ്പറ്റീഷൻ ആവാനുള്ളതാണ് ഇപ്പോഴും. ഞാൻ ശരിക്കും അച്ഛൻ വേഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഡിവോഴ്സായിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്നത്. അച്ഛൻ ക്യാരക്ടറിലേക്ക് ഞാൻ എൻ്റെ പെങ്ങളുടെ കൊച്ചുങ്ങളെ വരെ ചേട്ടാന്നാ വിളിപ്പിക്കുക. ആണോ? ചുമ്മാ. അതെ, അവരെന്നെ ചേട്ടാന്ന് വിളിക്കുക, പെങ്ങളുടെ കൊച്ചുങ്ങൾ. കാരണം നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളതാണ് 43 ആണെങ്കിലും നമ്മൾ ഇവരുടെ കൂടെ ഓടാനും ചാടാനും എനർജി അങ്ങനെ നിന്നാലേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നമ്മളിതൊരു ഗുണ്ട സബ്ജക്റ്റ് ആണല്ലോ പറയുന്നത്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഷൈൻ്റെ കരിയറിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാളുടെ അനോണിമസ് കോളിൽ ഒരു ഭീഷണി വരികയോ അല്ലെങ്കിൽ ഗുണ്ടായസം നേരിടേണ്ടി വരികയോ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ? നേരിട്ടിട്ടുണ്ടോ? കടന്നു പോയിട്ടുണ്ടോ? ഗുണ്ടായിസം ഈസ് നോട്ട് ഫ്രം ഗുണ്ടകളുടെ അടുത്ത് മാത്രമല്ല ഉണ്ടാവാറ്. ഇറ്റ്സ് നമ്മൾ ഈ ഗുണ്ട എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ തരംതിരിച്ച് കാണേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിലപേശുന്ന ആളുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഗുണ്ടകളാണ്, പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഗുണ്ടകളല്ല. വിലപേശേണ്ടി വരുന്ന പല സമയങ്ങളിലും സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നാണ്. അതാണ് ഗുണ്ടായിസം. അതായത് നമ്മുടെ ലൈഫിനെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള സംഭവത്തിനെ അവർ വെച്ച് വിലപേശും. അത് തന്നെയാണ് നമ്മൾ ഗുണ്ടായിസം എന്ന് പറയുന്നത്.